ഞങ്ങളിങ്ങനെ പോവായിരുന്നിട്ടാ. പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ അടക്കാപ്പഴത്തിന്റെ സ്റ്റാള് കാര്യങ്ങളൊക്കെ കണ്ടത്. ഇളനീരുണ്ട്, അടക്കാപ്പ ഉണ്ട്. ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഇറങ്ങിയാണ്ട് മേടിക്കാന്ന് കരുതിയാ. നല്ല വെയിലും ഉണ്ട്. അപ്പൊ നോക്കുമ്പോ ഈ ഏട്ടനും ചേച്ചിയും കൂടെയാണ് നടത്തുന്നത്. ഫ്രഷ് അടക്കാപ്പഴം, ഞെട്ടിയും കൂടിയും ആ ഒരു പച്ചപ്പ് വിട്ടിട്ടില്ല. അപ്പൊ സംഭവം എന്താ വെച്ചാല് ഈ കാണുന്ന തോട്ടത്തിൽ നിന്ന് പറിക്കണേ ഇവിടെ കൊടുന്ന് വെക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ നാട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ പരിപാടിയാണല്ലോ. എന്തെങ്കിലുമൊക്കെ കൃഷി സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഇതേപോലെ സ്റ്റാൾ അടിക്കുക, ഇതുപോലെ ചെയ്യാം. ഭയങ്കര അടിപൊളി. മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരുവുകളും മലപ്രദേശങ്ങളൊക്കെ. ഈ ഒരു റോഡിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു കുന്നിൻ ചെരുവുകളൊക്കെ തന്നെയാണ്. ആ ഒരു ഓളത്തിലും താളത്തിലുമുള്ള ഒരു കിടപ്പുവശം തന്നെയാണ്. ബാംഗ്ലൂർ ചെന്നൈ ഹൈവേ ആണ് ഈ കാണുന്നത്. നീണ്ടു പരന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഹൈവേയും പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളും. മദനപ്പള്ളി എന്നറിയപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിനെ ഉണർത്തുന്നത് പോലത്തെ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വൃത്തിയായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഈ ഒരു ടൗണിലേക്ക് വന്നതും കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിൽപ്പെട്ടതാണ് ആ ഒരു പള്ളിയുടെ കാഴ്ച. നമ്മൾ നിൽക്കുന്ന നിലവാരത്തിനോട് അനുസരിച്ചിട്ടാണ് ആ ഒരു പള്ളിയുടെ നിലദാനവും വരുന്നത്. ഇവിടെ നിന്നും 25 കിലോമീറ്റർ മാറിയിട്ടാണ് ഹോസറി ഹിൽസ് എന്ന് പറയുന്ന ഒരു പ്രദേശം വരുന്നത്. ഇനിയൂട്ടി പോലത്തെ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ടൂറിസത്തിന് വലിയ പ്രൊമോഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ വലിയ ഉയർച്ചയൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. ഉയർന്ന ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ ഹോസറി ഹിൽസിനെ വിശേഷിപ്പിക്കാം. മദനപ്പള്ളിയിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഫുഡ് കോർട്ടുകൾ. വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ തനതായ രീതിയിൽ വളരെ രുചികരമായിട്ടാണ് ഇവിടുത്തെ ഫുഡ് കോർട്ടുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യമായിട്ട് നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നത് ബിരിയാണിയാണ്. ആ ബിരിയാണിയിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഫീലിങ്സ് വന്നു എന്നുള്ളതാണ്. മെയിനായിട്ട് ഈ ഒരു സിറ്റിയെ വിശേഷിപ്പിക്കേണ്ടത് വൃത്തിയുള്ളൊരു സിറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ബിരിയാണിയുടെ കൂടെ ഇതുപോലത്തെ ഒരു കറി കിട്ടുന്നുണ്ട്, പിന്നെ ഒരു സെലറ്റ് കിട്ടുന്നുണ്ട്, ഒരു ചമ്മന്തി കിട്ടുന്നുണ്ട്. ചമ്മന്തിയും കറിയും മാറ്റി വെച്ചിട്ട് നമുക്ക് സെലറ്റ് ഉപയോഗിച്ച് കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതികളാണ് ഈ കാണുന്നതൊക്കെ തന്നെ. ചെറിയ അരിയിലാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. ദമ്മ് ഇട്ടിട്ട് തന്നെയാണ് ബിരിയാണി വെച്ചിട്ടുള്ളത്. വളരെ വൃത്തിയായിട്ടുള്ളൊരു കടയായിട്ടാണ് ഈ ഒരു കടയെ നമുക്ക് കാണാൻ സാധിച്ചത്. മദനപ്പള്ളി RTC ബസ് സ്റ്റാൻഡിനോട് ചാരിയിട്ട് തിരുപ്പതി റോഡിലാണ് ഈ ഒരു കട കാണാൻ സാധിച്ചത്.